ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാതെ വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നും ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് എടുക്കാറുണ്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുക എന്നുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനുള്ള ബൗളും വിസ്കും 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം പൗഡർ ചേർത്ത് കൊടുക്കാം. ഇവിടെ 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിട്ടുള്ളത്. ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൗഡറിലേക്ക് എത്ര മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കാമെന്നുള്ളത് ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുള്ളത് 125 ഗ്രാം മുതൽ 150 ഗ്രാം വരെ നല്ല തണുത്ത പാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഇതിലേക്ക് ചേർക്കാമെന്നുള്ളതാണ്. അപ്പോൾ പാല് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം കിട്ടും. 125 ഗ്രാം എന്ന് പറയുമ്പോൾ 135 ml ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന അതേ എമൗണ്ടിൽ പാലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം നന്നായിട്ട് ലൂസായി പോവും. അപ്പോൾ കുറച്ച് പാല് കുറച്ചിട്ട് തന്നെ ഞാനിവിടെ ഒരു 125 ml, അതായത് 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല ഐസായിട്ടുള്ള പാലാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാല് ഈ പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാലും ഈ പൗഡറും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുന്ന പാകത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ നോക്കൂ, ഇത് നല്ല ലൂസായിട്ടാണ് ഇതിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ക്രീമിനെ തിക്കാക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.